നമസ്തേ. നമുക്കിന്ന് അക്ഷരങ്ങൾ എഴുതി പഠിക്കാം. ആദ്യത്തെ അക്ഷരം ആ. മൂന്നെണ്ണം എഴുതി ഒരു വര കൊടുത്ത് നടുവിൽ ഒന്നും കൂടെ എഴുതിയാൽ ആ. അടുത്തത് ആ. ആന്നെഴുതി ഒരു വരയും കൂടെ കൊടുത്താൽ ആ. അടുത്തത് ഇ. ഇംഗ്ലീഷിലെ എസ്സിനെ തൂക്കിയിട്ട് ഉള്ളിൽ കൂടെ കയറ്റി പുറത്തേക്ക് കൊണ്ടുവന്നാൽ ഇ. അടുത്തത് ഈ. ഈന്നെഴുതി മേലെ ഒരു തൊപ്പി കൊടുത്താൽ ഈ. അടുത്തത് ഊ. മൂന്നെഴുതി മേലെ ഒരു വരയിട്ടാൽ ഊ. അടുത്തത് ഊ എഴുതി നടുവിലൊരു കുനിപ്പ് കൊടുത്താൽ ഊ. അടുത്തത് ഇർ. ഇംഗ്ലീഷിലെ കെയിനെ തിരിച്ചെഴുതി നടുവിൽ നിന്ന് ഒരു ചെറിയ വരയിട്ട് അതിൽ നിന്ന് തുടങ്ങി മൂന്നിന് തിരിച്ചെഴുതുന്ന പോലെ എഴുതിയാൽ ഇറായി. എ. ഇംഗ്ലീഷിലെ എല്ലിനെ എഴുതി താഴത്തെ ഭാഗം ചരിച്ചിട്ട് ഒന്നും കൂടെ കൊടുത്താൽ എൽ. എ. അടുത്തത് ഐ. എ എഴുതി മേലെ ചരിച്ചൊരു വര കൊടുത്താൽ ഐ. നെക്സ്റ്റ് ഓ. ആന്നെഴുതി മേലെ ചരിച്ചൊരു വര കൊടുത്താൽ ഓ. ഔ. ഓന്നെഴുതി ഒരു വരയും കൂടെ മേലെ കൊടുത്താൽ ഔ. അടുത്തത് അമ്മാണ്. ആദ്യത്തെ ആ എഴുതി മേലെ ഒരു ചെറിയ പൂജ്യം കൊടുത്താൽ അം. ഇനി ആ എഴുതി സൈഡിൽ 2 പൂജ്യം കൊടുത്താൽ അം. ആ ആ ആ ഈ ഊ ഊ ഇർ എ ഐ ഓ ഔ അം ആ. ഇത്രയാണ് സ്വരാക്ഷരങ്ങൾ. ഇത് മനസ്സിലായല്ലോ. കഴിഞ്ഞ ദിവസം പഠിച്ച ആ കവിത ഒന്ന് നോക്കിയാലോ. ഞാനത് എഴുതിയത് കാണിച്ചു തരാം. എല്ലാത്തിൻ്റെ ആദ്യത്തെ അക്ഷരം ഹിന്ദിയിൽ കൊടുത്തിട്ടുണ്ട്, ബാക്കി മലയാളത്തിലാണ്. അപ്പം നിങ്ങൾക്ക് വായിച്ച് പഠിക്കാൻ എളുപ്പമാവും. അനിത ആയി ആഗ്രാസെ ഇനാം ലേക്കർ ഈക്ക് ഛബാക്കർ ഉമാ ആയി ഊട്ടീസെ ഋഷി ആയെ എരുമേലീസെ ഐനക്ക് ലേക്കർ ഓമന ആയി ഔഷധി ലേക്കർ അഞ്ചു ആയി. ഇനി ലാസ്റ്റിലത്തെ വിസർഗം വരുന്ന ആയുടെ വാക്കുകളൊന്നും ഇല്ലാത്തതുകൊണ്ട് അതിനെക്കുറിച്ച് എഴുതിയിട്ടില്ല. നിങ്ങളത് ശ്രദ്ധിക്കേണ്ട. നിങ്ങളിത് അക്ഷരങ്ങൾ ഓരോന്നായിട്ട് ചേർത്ത് എഴുതി പഠിക്കുകയും ചൊല്ലിപ്പഠിക്കുകയും ചെയ്യാം. ഇത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് സ്വരാക്ഷരങ്ങളെല്ലാം മനസ്സിലാവും. അപ്പം നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം.